നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹരിഹരസുതനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. അപ്പോൾ നമ്മുടെ ശബരിമല മാസാരംഭത്തോടെ ഭക്തർക്ക് വ്രതശുദ്ധിയും ശരണമന്ത്ര ജപവും ഒക്കെ നിറഞ്ഞ ദിവസങ്ങളാണ് നമുക്കിടയിൽ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 41 ദിവസത്തെ കർശന വ്രതം പാലിച്ചിട്ട് ഇരുമുടി പുറത്തെടുത്ത് കല്ലും മുള്ളും ഒക്കെ താണ്ടി മല കയറാനാണ് ഓരോ അയ്യപ്പ ഭക്തനും ആകാംക്ഷയോടെ തയ്യാറാകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ അയ്യപ്പസ്വാമിയെ കാണാനാണ്. അത്രയും ശുദ്ധിയും സമർപ്പണവും ആവശ്യമായ ഈ വ്രതത്തിൽ ഓരോ ദിവസവും ഭക്തരെ മുന്നോട്ട് നയിക്കുന്നത് സ്വാമി ശരണം എന്ന മന്ത്രത്തിന്റെ ശക്തിയാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതുമില്ല. വൃശ്ചികം ഒന്നോടുകൂടി മകരവിളക്ക് ദിനം വരെയാണ് നമ്മുടെ ശബരിമല സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീ ധർമ്മശാസ്താവിന്റെ ദർശനം നേടിയിട്ട് മാല അഴിച്ചു വെക്കുന്നതാണ് ഓരോ അയ്യപ്പ ഭക്തനും ആചാരമായിട്ട് തുടരുന്നത്. എന്നാൽ ഈ 41 ദിവസത്തെ വ്രതത്തിന് എന്താണ് ഇത്രയും പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം എന്നാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. നമ്മുടെ ഗ്രന്ഥസങ്കല്പങ്ങൾ പ്രകാരം ഒരു മണ്ഡലത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 41 ദിവസമാണ്. അതുകൊണ്ടാണ് നമ്മുടെ അയ്യപ്പ ഭക്തർ ഈ കാലയളവിൽ വ്രതം 41 ദിവസം പാലിക്കുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ശബരിമലയിലേക്ക് തീർത്ഥാടനം മുഴുവൻ കാൽനടയായിട്ടായിരുന്നു. അപ്പോൾ കാടുകളും എന്താ പറയുക കൊക്കുകളും ഒക്കെ താണ്ടി മലയിലെത്താൻ ഭക്തർക്ക് ഏകദേശം 41 ദിവസം അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഈ കാലയളവിൽ ഭക്തർ കർശനമായിട്ട് വ്രതങ്ങളും അവരുടെ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചിരുന്നു. അപ്പം അതിൻ്റെ പ്രഭാവം ശരീരത്തിലും മാനസിക സിദ്ധിയിലൊക്കെ ആഴത്തിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാവാം ഈ ഒരു 41 ദിവസ കഠിന വ്രതം വന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. വൃശ്ചികം ഒന്നിനെ മാല ധരിക്കുന്നതോടുകൂടി ഒരു ഭക്തൻ അയ്യപ്പ വ്രതത്തിന്റെ പാതയിൽ പ്രവേശിക്കുകയാണ്. അപ്പൊ ഗുരുസ്വാമിയുടെ സാന്നിധ്യത്തിലൊക്കെ മാലയിടുന്നത് വളരെ അത്യുത്തമമായ ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് അത് എന്താ പറയാ, ക്ഷേത്രങ്ങളിലും വീടുകളിലൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ മന്ത്രജപത്തോടെ ഭസ്മവും ചന്ദനമൊക്കെ പൂശിയിട്ട് രുദ്രാക്ഷമാലയോ തുളസിമാലയോ ഒക്കെ ധരിക്കുകയാണ് നമ്മുടെ പതിവ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഭക്തൻ ഒരു സ്വാമിയായിട്ട് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ അഥവാ എന്താ പറയാ, അയ്യപ്പ ഭക്തന്റെ രൂപത്തിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി മാല ധരിച്ച് സ്വാമിയായാൽ തുടർന്ന് കറുപ്പ് അല്ലെങ്കിൽ നീല നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. ഇപ്പൊ കറുപ്പ് വസ്ത്രമൊക്കെ ലൗകികതയിൽ നിന്ന് വിട്ടു നിൽക്കലിനെയും അതുപോലെ തന്നെ മനസ്സിന്റെ ഏകാഗ്രതയെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് പച്ചക്കറികൾ മാത്രമേ ഉൾപ്പെടുത്താറുള്ളൂ. ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുകയും പലരും ദിവസത്തിൽ ഒരു വേള മാത്രം ഭക്ഷണം കഴിക്കുന്നവരുമാണ്. കൂടാതെ മാംസം, മദ്യം, പുകവലി, കാപ്പി, ചായ തുടങ്ങിയവ മുഴുവനും ഈ വ്രതകാലത്ത് ഒഴിവാക്കുന്നതാണ് പതിവ്. ഇതിനു പുറമെ അയ്യപ്പ ഭക്തർ വെള്ളിയും തിങ്കളും ഒക്കെ ഉപവാസം അനുഷ്ഠിക്കുന്നവരും ഉണ്ട്. ഇത് പ്രധാന ഒരു ആചാരമായിട്ട് ഇന്നും തുടരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മചര്യമാണ് ഓരോ അയ്യപ്പ ഭക്തനും കർശനമായിട്ട് പാലിക്കേണ്ട പ്രധാന വ്രത നിയമം എന്ന് പറയുന്നത്. വ്രതകാലത്ത് പൂർണ്ണ ബ്രഹ്മചാരിയായിരിക്കണമെന്നും കാലിൽ ചെരുപ്പ് ധരിക്കാതിരിക്കുകയും അനാവശ്യ സുഖ സൗകര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണമെന്ന് വിശ്വാസമുണ്ട്. നിങ്ങളുടെ ദിനചര്യയിലും ശുദ്ധിയും നിയന്ത്രണവും ഒക്കെ വളരെ അത്യാവശ്യമാണ്. കൂടാതെ രാവിലെയും വൈകുന്നേരവും ഒക്കെ അയ്യപ്പന്റെ പാട്ടും ഭജനയും ശരണം വിളിയും ഒക്കെ ശീലമാക്കണം. ദിവസവും ശബരിമല ദർശനത്തിന്റെ ഭാവത്തിൽ 18 പടികളെ മനസ്സിൽ ധ്യാനിക്കുകയും വേണം. സ്വാമിയേ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം എപ്പോഴും ജപിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എന്ന അഹങ്കാര ഭാവം മാറ്റി എല്ലാ ജീവരാശികളിലും അയ്യപ്പന്റെ രൂപം കണ്ടു ആദരിക്കുകയാണ് ഭക്തന്റെ പ്രധാന ധർമ്മമെന്നും പറയപ്പെടുന്നുണ്ട്. ഇരുമുടിയും കെട്ടി മല കയറുക എന്നത് ശബരിമല തീർത്ഥാടനത്തിൽ ഏറ്റവും മഹത്തായ ആചാരങ്ങളിൽ ഒന്നാണ്. രണ്ടു മുടികളെ, മുന്നിലെ മുടിയും പിന്നിലെ മുടിയും ഒന്നിച്ചാണ് ഇരുമുടി തയ്യാറാക്കുന്നത്. അപ്പോൾ മുൻമുടിയിൽ നെയ്ത്തേങ്ങയും പിന്നിലെ മുടിയിൽ പൂജാ സാധനങ്ങളുമാണ് നിരക്കുന്നത്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം മല കയറുമ്പോൾ ഈ ഇരുമുടി ശബരിമലയിൽ നമ്മൾ സമർപ്പിക്കുകയാണ്.
നെയ്തേങ്ങയിലെ നെയ്യ് സ്വാമിക്ക് അഭിഷേകത്തിനായിട്ട് സമർപ്പിക്കുന്നതുമാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ എന്താ പറയുക ഗണ്യമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ശാരീരികമായിട്ട് നോക്കുകയാണെങ്കിൽ ശരീരം സ്വാഭാവികമായും ഡീറ്റോക്സിഫൈ ചെയ്യപ്പെടുകയും നാഡീമണ്ഡലം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ കുണ്ടലിനി ശക്തി ഉണരാൻ അനുയോജ്യമായ അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. ഇതിനെ യോഗദർശനം എന്നും വിളിക്കപ്പെടുന്നുണ്ട്. മാനസികമായിട്ട് ഈ വ്രതം ഒരാളിൽ കൂടുതൽ ഏകാഗ്രതയും അതുപോലെ തന്നെ ശാന്തതയൊക്കെ അടങ്ങിയ നല്ല മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഇന്നത്തെ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനുമായിട്ട് ശ്രമിക്കുക. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. സ്വാമിയേ ശരണമയ്യപ്പ.